ആത്മീയ അനുഭവം പകരുന്ന അനുഭവങ്ങളും നാടിൻ്റെ ഐതിഹ്യ പെരുമയും സ്ഥലനാമ ചരിത്രമായി മാറിയ പുരാണ കഥയിലെ മഹർഷി നിഗ്രഹവും ഏതൊരു ഭക്തനെയും സന്തോഷകരമാക്കും. എന്നാൽ ലിഖിതമല്ലാത്ത ചരിത്ര സത്യം ഒരു ഗ്രാമജനത വായ്മൊഴികളിൽ പകർന്നു പോന്നത് തലമുറകൾ കൈമാറി നെഞ്ചിലേറ്റിയ ചരിത്രം പറയുന്ന എരുമേലി എന്ന നാടും അവിടുത്തെ പ്രസിദ്ധമായ ചന്ദനക്കുടവും പേട്ടതുള്ളലും ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയാണ്. എല്ലാവർക്കും M4 ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുന്നവരെ മറന്നുപോലെ തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോകരുത്. കലിയുഗ വരദാനമായ ശ്രീ അയ്യപ്പൻ്റെയും സുഫി ശ്രേഷ്ഠനായിരുന്ന വാവർ സ്വാമിയുടെയും ജ്വലിക്കുന്ന ഓർമ്മകളിൽ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുകയാണ് വാവർപ്പള്ളി എന്ന് വിളിക്കുന്ന എരുമേലി മഹല്ല മുസ്ലിം ജമാഅത്ത് വിശ്വാസിയും ശ്രീ അയ്യപ്പനും ഇസ്ലാം മതവിശ്വാസിയായ വാവരും തമ്മിൽ ഒരിക്കലും മായാത്ത ആത്മബന്ധത്തിൻ്റെ ഇടയെഴുപ്പും തലമുറകളായി ഹൃദയത്തോട് ചേർത്ത് സൂക്ഷിക്കുന്നതിൻ്റെ നേർചിത്രം നേരിട്ടറിയാൻ കോട്ടയം ജില്ലയിൽ ഉൾപ്പെടുന്ന കാർഷിക ഗ്രാമമായ എരുമേലിയിലേക്ക് നാം എത്തിച്ചേരണം. ആത്മീയ അനുഭവം പകരുന്ന അനുഭവങ്ങളും നാടിൻ്റെ ഐതിഹ്യം പെരുമയും സ്ഥലനാമ ചരിത്രമായി മാറിയ പുരാണ കഥയിലെ മഹർഷി നിഗ്രഹവും ഏതൊരു ഭക്തനെയും ഭക്തി രസത്തിൽ കോരിത്തരിപ്പിക്കും. പക്ഷേ ലിഖിതമല്ലാത്ത ചരിത്ര സത്യം ഒരു ഗ്രാമ ജനത വായ്മൊഴികളിൽ പകർന്നു പോന്നത് തലമുറകൾ കൈമാറി നെഞ്ചേറ്റിയ ചരിത്രമാണ് ഈ പവിത്ര നാടിന് ലോകത്തോട് പറയാനുള്ളത്. നൂറ്റാണ്ടുകളായി എരുമേലിയിലെ പേട്ടതുള്ളലും മുസ്ലിം പള്ളിയിലെ ചന്ദനക്കുടവും ഘോഷയാത്രയും മതസൗഹാർദ്ദത്തിൻ്റെ ചലനാത്മ പ്രതീകമായി ഇന്നും അഭംഗുരം തുടരുന്നു. എരുമേലിയിൽ ആചരിക്കപ്പെടുന്ന പരമ്പരാഗത ഹൈന്ദവ മുസ്ലിം അനുഷ്ഠാനങ്ങളും കീഴ്വഴക്കങ്ങളും തൊട്ടടുത്തുള്ള നാടുകളിൽ പോലും അത്ഭുതം കുറയുന്നവയാണെന്നാണ് വസ്തുത. എന്നാൽ ഭക്ത കോടികൾക്കും എരുമേലിയിലെ ജനതയ്ക്കും ശ്രീ അയ്യപ്പനും വാവരസ്വാമിയും തമ്മിലുള്ള ഹൃദയമായ ആത്മ ചരിത്രബന്ധം ഒരിക്കലും നിലയ്ക്കാത്ത ചന്ദന സുഗന്ധമായി ലോകം മുഴുവൻ പരന്നൊഴുകുകയാണ്. എല്ലാ വർഷവും മണ്ഡലകാലം പിറക്കുന്നതോടെ പൂക്കൾ പറ്റ ഈ നാട് അയ്യപ്പ കീർത്തനങ്ങളുടെയും ശരണമന്ത്രങ്ങളുടെയും ധ്വനികൾ ഉയർത്തി കർപ്പൂര സുഗന്ധത്താൽ യാഗഭൂമിയായി പരിണമിക്കും. മതങ്ങൾ തമ്മിലുള്ള സൗഹൃദമാണ് കേവലം ഔപചാരികയായി ചിലപ്പോഴെങ്കിലും മാറുന്ന ഇക്കാലത്ത് ഹൈന്ദവ മുസ്ലിം മൈത്രിയുടെ പ്രഭവ കേന്ദ്രമായ ലോകത്തിന് മാതൃകയാവുകയാണ് എരുമേലിയും കൊച്ചു കേരളവും. ഇഴപിരിയാത്ത ആത്മബന്ധത്തിൻ്റെ ചരിത്രം വായ്മൊഴിയിൽ തലമുറകൾക്ക് പകർന്നു കിട്ടിയതാണെങ്കിലും ഇന്നത്തെ അനുഷ്ഠാനങ്ങളും കീഴ്വഴക്കങ്ങളും ചരിത്രത്തിൻ്റെ ജീവൻ സ്ഫുരിക്കുന്ന ഏടുകളായാണ് ഇന്നിൻ്റെ ജനപദം സ്വീകരിക്കുക. കാടിന് നടുവിലെ ജനവാസ പ്രദേശത്ത് എരുമയുടെ രൂപത്തിൽ ഉഗ്രരൂപിയായ മഹർഷി പ്രത്യക്ഷപ്പെട്ടു. രാത്രിയായാൽ പുരുഷന്മാരെ ആക്രമിച്ച് കൊലപ്പെടുത്തുക പതിവായി. ഉഗ്രരൂപിയുടെ ഉപദ്രവം മൂലം ഗതികെട്ട പുരുഷ ഗ്രാമവാസികൾ സ്ത്രീകളെ വീടുകളിൽ തനിച്ചാക്കി പകൽ അസ്തമിക്കും മുൻപ് കൊരട്ടി ആറിനക്കരെ എത്തി രാത്രികാലം കഴിച്ചുകൂട്ടും. ഇത്തരത്തിൽ ഭയവിഹുരായ കഴിഞ്ഞുകൂടവേ ഭഗവത് നിശ്ചയത്താൽ പന്തളം കൊട്ടാരത്തിൽ നിന്ന് പുലിപ്പാൽ തേടി തേജസ്വിയായ ഒരു യുവ രാജകുമാരൻ എരുമേലിയിലെത്തി. പകൽ മുഴുവൻ കാട്ടിൽ നടന്ന കുമാരൻ സന്ധ്യമയക്കത്തോടെ വെളിച്ചം കണ്ട ദിക്ക് ലക്ഷ്യമാക്കി നടന്നു. അവിടെ ഒരു കൊച്ചു കുടിലിൽ സന്ധ്യാനാമം ജപിച്ചു കഴിഞ്ഞ മുത്തശ്ശിയോട് തനിക്ക് വിശപ്പുണ്ടെന്ന കാര്യം ഉണർത്തി. ഏകയായിരുന്ന മുത്തശ്ശി തനിക്ക് മാത്രമായി പാകം ചെയ്ത് തയ്യാറാക്കിയിരുന്ന ഭക്ഷണം കഴിച്ചിരുന്നു. പക്ഷേ തേജസ്വിയായ കുമാരൻ്റെ മുഖത്തു നോക്കി ഒന്നുമില്ല എന്ന് പറയാൻ മുത്തശ്ശിക്കായില്ല. ഒടുവിൽ പൂജാമുറിയിൽ ദേവന് നിവേദിച്ച അവരും ശർക്കരയും പഴവും സുമുഖനായ അതിഥിക്ക് നൽകി ഭക്ഷണശേഷം ഉറങ്ങാൻ അനുമതി ചോദിച്ചു. എന്നാൽ മുത്തശ്ശി ഗ്രാമത്തിലെ പുരുഷന്മാരെയെല്ലാം ആക്രമിക്കുന്ന ഉഗ്രരൂപിയായ ഭീഭത്സ ജീവിയെക്കുറിച്ചും ഇവിടെ തങ്ങിയാൽ കുമാരന് സംഭവിക്കാവുന്ന അനിഷ്ടകരമായ ദുർവിധിയും മറ്റും ഭക്തിയായ മുത്തശ്ശി പറഞ്ഞു. മറ്റെവിടെയെങ്കിലും രക്ഷപ്പെട്ടോളൂ എന്നായി സാക്ഷാൽ ശ്രീ അയ്യപ്പനുണ്ടോ ഭയക്കുന്നു. എന്നാൽ തൻ്റെ വരവ് മഹർഷി നിഗ്രഹമാണെന്നറിയിച്ച അയ്യപ്പൻ ഒടുവിൽ മഹർഷിയെ തേടിയിറങ്ങി. ഇതിനിടെ നിബിഡ വനത്തിൽ ഇസ്ലാം മതഭക്തനും സൂഫിയുമായ വാവരെ കണ്ടുമുട്ടി. ഇവർ തമ്മിൽ യുദ്ധം നടത്തിയതായും ഒടുവിൽ സൗഹൃദം സ്ഥാപിച്ച ശേഷം യുദ്ധനിപുണനായ വാവരും ചേർന്നാണ് എരുമേലിയിൽ മഹർഷിയെ നിഗ്രഹിച്ചതെന്നുമാണ് മുസ്ലിം വിഭാഗങ്ങളിൽ ചിലർ വിശ്വസിക്കുന്നത്. ഇതിലൊന്നും ഖണ്ഡിതമായ ചരിത്രരേഖയില്ല. തലമുറകൾ വിശ്വസിക്കുന്ന വായ്മൊഴി മാത്രമാണ് ഇവർക്ക് അവലംബം. വാവരും അയ്യപ്പനുമായി വിട്ടുപിരിയാൻ കഴിയാത്ത ആത്മബന്ധമായി. ഇതിനിടെ പന്തളം കൊട്ടാരം വിടാനുള്ള കാരണദൗത്യ നിർവഹണത്തിന് പുലിയുമായി പന്തളം കൊട്ടാരത്തിലേക്ക് പോയ രാജകുമാരൻ എരുമേലിയിൽ മടങ്ങിയെത്തി. തൻ്റെ ചങ്ങാതിയെയും കൂട്ടി ശബരിമലയിലേക്ക് പോയി എന്നാണ് ഐതിഹ്യം. തന്നെ കാണാൻ വരുന്നവർ വാവരെ കണ്ട ശേഷം എന്നെ കണ്ടാൽ മതിയെന്ന ശ്രീ അയ്യപ്പൻ്റെ ആജ്ഞ അയ്യപ്പ ഭക്തലക്ഷങ്ങൾ ഇന്നും ശിരസ വഹിക്കുന്നു.
വ്യത്യസ്ത വിഭാഗങ്ങൾ ഭക്തകഥയിൽ വേറിട്ട ഐതിഹ്യങ്ങൾ വിശ്വസിക്കുകയും കേട്ടറിയുകയും ചെയ്യുന്നുവെങ്കിലും അതിലെല്ലാം ഒട്ടേറെ സമാനതകൾ ദർശിക്കാനാവും. കലിയുഗ വരദാന അയ്യപ്പനും വാവരും സ്വാമിയും തമ്മിലുള്ള സൗഹൃദം. മറ്റൊന്ന്, അയ്യപ്പനും വാവരും കണ്ടുമുട്ടിയ പ്രദേശം എരുമേലി എന്നത്. കണ്ടുമുട്ടിയ സുഹൃത്തുക്കളായി ശബരിമലയിലേക്ക് പുറപ്പെട്ടതും ഇവിടെ നിന്ന് തന്നെയാണ് ഹൈന്ദവ മുസ്ലിം ഐതിഹ്യം. ഇതുതന്നെയാണ് എരുമേലി ഹൈന്ദവ മുസ്ലിം ആത്മബന്ധത്തിൻ്റെയും മൈത്രിയുടെയും പുണ്യഭൂമിയായി ഇന്നും വിശ്വസിക്കുന്നത്. നിരവധി ഐതിഹ്യങ്ങളും കഥകളും ഇക്കാര്യത്തിൽ പറയപ്പെടുന്നുവെങ്കിലും അവയൊക്കെ ആധികാരിക രേഖയായി ഗ്രന്ഥരൂപത്തിൽ ക്രമപ്പെടുത്താത്തത് ഒരു കാരണത്തിലും ഹിന്ദു മുസ്ലിം ഐക്യം നഷ്ടമാകരുതെന്നും സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പൊൻതൂവൽ പാറിപ്പോകാൻ അത് ഇടയാക്കുമോ എന്ന വിശാല താൽപ്പര്യവുമാണെന്ന് എരുമേലി മഹല്ല മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് PA ഇർഷാദ് പഴയതാവളം പറയുകയുണ്ടായി. വിശ്വാസങ്ങൾ എന്തുതന്നെയായാലും ദുർമൂർത്തികൾക്കെതിരെയും കഷ്ടതകൾക്കുമെതിരെ എല്ലാം മറന്ന് ഒന്നിക്കണമെന്ന സന്ദേശമാണ് നമ്മുടെ പൈതൃകമായ ഐതിഹ്യങ്ങളുടെ കാതൽ. എരുമയെ കൊന്ന സ്ഥലം എരുമ കൊല്ലിയായി പിന്നീട് ലോപിച്ച് കാലം നാടിൻ്റെ നാമം എരുമേലിയാക്കിയെന്ന് ചിലർ വിശ്വസിക്കുന്നു. മഹർഷിയുടെ രക്തം വാർന്ന സ്ഥലം രുദ്രകുളം എന്ന പേരിൽ ഇന്നും എരുമേലി വലിയമ്പലത്തിന് സമീപത്തുണ്ട്. മഹർഷി നിഗ്രഹത്തിന് ഉപയോഗിച്ചതായി വിശ്വസിക്കപ്പെടുന്ന വാൾ ഇന്നും ചരിത്രഭാഗമായ എരുമേലിയിലെ കുടിലിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. തങ്കലിപികളിൽ ചേർത്ത് വയ്ക്കപ്പെടേണ്ട മാനവ സൗഹൃദത്തിൻ്റെ പിന്തുടർച്ചക്കാരാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ എരുമേലി നിവാസികൾ. ലോകമെങ്ങുമുള്ള അയ്യപ്പ ഭക്തർക്ക് ഇന്നും വിസ്മയം ജനിപ്പിക്കുന്ന പല സുന്ദര മുഹൂർത്തങ്ങളും ഉമ്മവച്ചുറങ്ങുന്ന മണ്ണിലാണ് വാവരുടെ നമസ്കാര നിർവഹണം നടക്കുന്നത്. വാവരുടെ നെറ്റി ദൈവാർപ്പണത്തിനായി സ്പർശിച്ച സ്ഥലം എന്ന നിലയിലാണ് അയ്യപ്പ ഭക്തർ വാവർ പള്ളിയിൽ പ്രദക്ഷിണം നിർവഹിക്കുന്നത്. ഈ മസ്ജിദിൽ മലയാള മാസം ധനു 26, 27 തീയതികളിൽ ചന്ദനക്കുടം എഴുന്നള്ളിപ്പ് നടക്കും. ഹൈന്ദവ മുസ്ലിം നേതാക്കൾ ഒരുമിച്ചാണ് ഘോഷയാത്രയിൽ അണിചേരുക. മസ്ജിദിൻ്റെ കീഴിലെ വിവിധ പള്ളികളിലും ക്ഷേത്രങ്ങളിലും സ്വീകരണം നൽകുന്നു. അനുഷ്ഠാനങ്ങളിലെ പ്രധാനപ്പെട്ട സംഭവം അയ്യപ്പന്മാരുടെ പ്രസിദ്ധമായ പേട്ടതുള്ളലാണ്. ഈ പേട്ടതുള്ളലിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ഇത് കാണുക. നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങൾക്ക് ഈ എരുമേലിയുമായിട്ടുള്ള ബന്ധം, പേട്ടതുള്ളലുമായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്.
അധർമ്മത്തിനും അനീതിക്കും അക്രമത്തിനും എതിരെ ഉയർന്ന ജനശക്തിയുടെ വിശ്വരൂപമാണ് എരുമേലി പേട്ടതുള്ളൽ. മഹിഷിയെ നിഗ്രഹിച്ച് ധർമ്മ സംസ്ഥാപനം നടത്തിയ അയ്യപ്പൻ എന്ന വെള്ളാലകുലജാതനായ മലയാളി ശേവുകൻ. ജനങ്ങളിൽ വൈകാരിക ഐക്യവും മുന്നേറ്റവും ഉണ്ടാക്കി. ജനശക്തിയാണ് സാമൂഹ്യ പ്രവർത്തനത്തിനെതിരെ ആണിക്കല്ല് എന്ന തിരിച്ചറിവാണ് പേട്ടതുള്ളൽ നൽകുന്ന സന്ദേശം. കൂടുതൽ കാഴ്ചകൾ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ് വിത്ത് ഫോർ ട്രാവൽ. സൈനിങ് ഔട്ട്. ബൈ ബൈ. സീ യു.